നേഴ്സിംഗ് കേരളത്തിൽ പഠിക്കുന്നതാണോ അതോ പുറത്ത് പഠിക്കുന്നതാണോ നല്ലത്? എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഇങ്ങനെയുള്ള ഒരുപാട് ക്വയറീസ് വരാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ കേരളത്തിലാണോ കേരളത്തിന് പുറത്താണോ വേറെ സ്റ്റേറ്റുകളിലാണോ നേഴ്സിംഗ് പഠിക്കുന്നതെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കില്ല. കാരണം ഈ രണ്ട് സ്ഥലത്തും പഠിക്കുന്നതിന് അതിൻ്റേതായ നല്ല വശങ്ങളുണ്ട്, ഡ്രോബാക്സും ഉണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് ഒരു ഡിസിഷനിൽ എത്താവുന്നതാണ്. ഫസ്റ്റ് കേരളത്തിൽ പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ കേരളമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പാർട്ട്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഫുഡ്, അക്കോമഡേഷൻ ഇതെല്ലാം നമ്മൾ യൂസ്ഡാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഈസിയാണ്. അത് മാത്രമല്ല, നമ്മൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആഴ്ചയിലൊന്ന് വീട്ടിൽ വരാനും അല്ലെ മാസത്തിലൊന്ന് അങ്ങനെയൊക്കെ വീട്ടിൽ വരാനും ഒക്കെ ഒരു ഓപ്ഷൻസൊക്കെ ഇപ്പോഴുണ്ട്. അതോടൊപ്പം കോളേജിന് അടുത്തൊക്കെയാണ്, ഒരു 5 കിലോമീറ്റേഴ്സിനുള്ളിലാണ്, ഡിപ്പെൻസ് അപ്പോൾ ദ കോളേജാണ്, ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി ഡെയിലി പോയി വന്നും പഠിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ അതിലൊരു പോസിറ്റീവ് പോയിൻ്റാണ്. പിന്നെ കേരളത്തിൽ പഠിക്കുന്നതിൻ്റെ വേറൊരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫീസ്. കേരളത്തിൽ നേഴ്സിംഗ് പഠിക്കുന്നതിന് LBS വഴി ഗവൺമെൻറ് കിട്ടുന്നതിന് ഓക്കെ, അത് വേറെ, അതിന് സ്റ്റൈഫൻഡോട് കൂടി പഠിക്കാം, അതിനധികം ഫീസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, അത് സ്റ്റൈഫൻഡോട് കൂടി പഠിക്കാം. അതല്ല, പ്രൈവറ്റ് മാനേജ്മെൻറ്റിലും ക്രിസ്ത്യൻ മെഡിക്കൽ മാനേജ്മെൻറ്റിലും പഠിക്കുന്നവർക്കും എല്ലാം ഒരേ ഫീസ് ഘടനയാണ്. അതായത് കേരളത്തിൻ്റെ എല്ലാ കോളേജിലും ഒരു സ്റ്റാൻഡേർഡ് ഫീസ് ഘടനയാണ്, ഫീസ് സ്ട്രക്ചറുണ്ട്. അതനുസരിച്ചാണ്, അല്ലാതെ ഓരോ കോളേജിനും മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ ആ ഫീസും ലാസ്റ്റ് ഇയറിലേക്ക് ഒരു 4 lakhs സംതിങ് വരും. ഈ പ്രാവശ്യം അത് കുറച്ചുകൂടെ വന്നാലും മാക്സിമം ഒരു 5 നിൽക്കും. പിന്നെ കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ വന്നാൽ ഒരു 5 അത്രേ തന്നെ നിൽക്കും. ഒരു ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയാണ് അതിന് എക്സ്പെൻസ് വരുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജിനോടും ചേർന്ന് ഒരു മദർ ഹോസ്പിറ്റൽ കാണും, അല്ലെങ്കിൽ അവരായിട്ട് ടൈപ്പ് ഉള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ 5 കിലോമീറ്റേഴ്സിനുള്ളിൽ തന്നെ കാണും. അത് കൂടാതെ എക്സ്ട്രാ നമ്മുടെ കരിക്കുലം അനുസരിച്ചുള്ള പോസ്റ്റിങ്ങുകൾ, എക്സാമ്പിൾ സൈക്കാട്രി പോസ്റ്റിങ്, പിന്നെ ഓൺകോളജി പോസ്റ്റിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റിങ്, ബേൺ യൂണിറ്റ് പോസ്റ്റിങ്, ഇതെല്ലാ പോസ്റ്റിങ്ങുകളും ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ആ സിലബസ് അനുസരിച്ചൊക്കെ തന്നെ കാണും. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് ഇടാനും ഒക്കെ അതിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ഡീറ്റെയിൽ പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം എല്ലാ കോളേജിലും തന്നെ കാണും. അതുകൊണ്ട് കേരളത്തിൽ പഠിക്കുന്നതിൻ്റെ അങ്ങനെ കുറേ ഗുണങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു കേരളത്തിൽ പഠിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജും തന്നെ INC അംഗീകൃതവും കേരള സ്റ്റേറ്റിൻ്റെ അംഗീകാരമുള്ളതുമാണ്, കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ളതാണ്. അപ്പോൾ അത് ഏത് കോളേജാണ് അംഗീകാരമുള്ളത്, ഏത് കോളേജാണ് ഇല്ലാത്തത് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജാണ്. കാരണം നമ്മൾ അവസാനം ചീറ്റ് ചെയ്യപ്പെടുന്നില്ല. വേറെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, കേരളത്തിൽ ഏജൻറ്റ് വഴി ഒരൊറ്റ നഴ്സിംഗ് അഡ്മിഷൻ നടക്കില്ല. ഏജൻറ്റ് അഡ്മിഷൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അത് ഫേക്കാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പൈസ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇത്രയും ഗുണങ്ങൾ കേരളത്തിനുണ്ട്. അതേപോലെ തന്നെ അപ്പം നമ്മൾ ഔട്ട് സൈഡിലേക്ക് പോയാൽ ഈ പറഞ്ഞ എല്ലാം അവിടുത്തെ ദോഷങ്ങളായിട്ട് നമുക്ക് വരും. കാരണം മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റലിൻ്റെ നമുക്ക് പരിചയമില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ മദർ ടങ് അല്ല, ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡായിരിക്കുകയില്ല, പലപ്പോഴും അവരുടെ ഒരു ഫുഡ് നേച്ചറായിരിക്കും. ദെൻ അക്കോമഡേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, എപ്പോഴും ഒന്നും വീട്ടിൽ വരാൻ പറ്റത്തില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിനോടൊപ്പം ഫീസ് സ്ട്രക്ചറും ഇതിനേക്കാളും ഹൈ ആയിരിക്കും. നിങ്ങൾക്ക് ഇച്ചിരി എക്സ്പെൻസ് ആവും. ഈ ഫീസ് കൂടുതലായിരിക്കും, എക്സ്ട്രാ എക്സ്പെൻസുകൾ കാണും. പിന്നെ നിങ്ങൾക്കൊന്ന് വീട്ടിൽ പോയി വരണം, അല്ലാതെയൊക്കെ ഒരുപാട് കുറച്ച് എക്സ്പെൻസ് ഒരു 2.5 lakhs എക്സ്ട്രാ നിങ്ങൾക്ക് വരും. ഒരു എറൗണ്ട് ആവറേജ് കണക്കാണ് ഞാൻ പറയുന്നത്, കറക്റ്റല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളോ അവിടെയുണ്ട്. വേറെ കാര്യം, എല്ലാ കോളേജും INC ആണോ ആ സ്റ്റേറ്റിൻ്റെ, ഇപ്പോൾ കർണാടകയാണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടിയിരിക്കും. കാരണം ഒരുപാട് കോളേജുകൾ ഇങ്ങനെ വളരെ അടുത്തടുത്തൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ അറിയണം. എങ്കിലും നമ്മളൊന്ന് അറിയേണ്ടത്, ഏജൻറ്റ് വഴിയുള്ള അഡ്മിഷനേക്കാൾ നല്ലത് കർണാടകയുടെ എൻട്രൻസ് ടെസ്റ്റ് എഴുതി പോവുക. അത് ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായ ഒരു അഡ്മിഷൻ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ റൈറ്റ് വേയിൽ പോവുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഏജൻറ്റ് വഴി പോകരുത്. ഒത്തിരി നമുക്ക് ജെനുവിനാണ് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓപ്ഷൻ. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്തവർ അതിന് വേണ്ടി പോയാൽ നമുക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതവിടുത്തെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് വരും. ഇനി നമ്മൾ കേരളത്തിൻ്റെ നെഗറ്റീവ് സൈഡായിട്ട് പറയുകയാണെങ്കിൽ,
ഇവിടെ ആക്ച്വലി കുറച്ചുകൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റുഡൻസിന് കുറച്ചുകൂടെ പഠിക്കാൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. സിലബസ് അനുസരിച്ചുള്ള കംപ്ലീറ്റ് കരിക്കുലം അതുപോലെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട്. അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അസൈൻമെൻറ്റ് എഴുതുക, നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്ന സാധനം ഒരു അല്പം പോലും കിട്ടാൻ ചാൻസ് ഇല്ല. കുറച്ച് ടഫാണ്. നിങ്ങളുടെ ഈ 4 വർഷം, അതായത് 8 സെമ്മായിട്ടാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. 8 സെം ഭയങ്കര ടൈറ്റാണ്. അങ്ങനെ ഒരു പ്രോബ്ലം വരും. അതുകൊണ്ട് സ്റ്റുഡൻസിന് സ്ട്രെസ്സ്, ആൻസൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് കേരളത്തിൻ്റെ പുറത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇഷ്യൂ ആണ്. അടുത്തത്, നമ്മൾ കേരളത്തിൽ പഠിക്കുന്നവർക്കല്ലേ ഏറ്റവും കൂടുതൽ നോളജ്, തിയറിറ്റിക്കൽ നോളജ്, പ്രാക്ടിക്കൽ നോളജ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് അങ്ങനെ 100% അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ പഠിക്കുന്ന കോളേജ് അനുസരിച്ചാണ്. കോളേജല്ല, കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും അനുസരിച്ചാണ്. കാരണം കോളേജിനോട്, ഒരു മെഡിക്കൽ കോളേജിലെയാണ് നിങ്ങൾ പഠിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു പ്രാക്ടിക്കലൊക്കെ നന്നായിട്ട് കിട്ടും. കാരണം പേഷ്യൻറ്റിനെയൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടർ അല്ലെ പ്രൈവറ്റ് ഉള്ള ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ഒരു പേഷ്യൻറ്റും സ്റ്റുഡൻസ് കെയർ ചെയ്യാനൊന്നും അത്ര പെർമിഷൻ തരില്ല. കാരണം അവർ പേ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ബെറ്റർ കെയർ ആണ് അവർ. അത് നാച്ചുറൽ അല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. പിന്നെ കേരളത്തിലെയാണ് പഠിപ്പീര് നല്ലത് എന്നും നമുക്ക് 100% പറയാൻ സാധിക്കില്ല. കേരളത്തിലാണേലും പുറത്ത് ഔട്ട്സൈഡിലാണേലും ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിനൊരു ബേസിക് ക്രൈറ്റീരിയയോ ഒരു ടെസ്റ്റോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു BSc കഴിഞ്ഞവർക്കും ആകാം, MSc കഴിഞ്ഞവർക്കും ടീച്ചിങ് ഫീൽഡിലേക്ക് വരാം. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലും ഒക്കെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ക്വാളിറ്റി ഉള്ളതാണെങ്കിലാണ് സ്റ്റുഡൻസിന് അത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെക്ടറിലുള്ളതൊക്കെയാണ് ഓക്കെയാണ്. കാരണം ടീച്ചേഴ്സ് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാ രീതിയിലും അവർ കുറച്ചുകൂടിയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് അതൊരു പോസിറ്റീവ് പോയിൻ്റായിട്ട് പറയാം. പക്ഷേ പ്രൈവറ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ സാധാരണ കോളേജുകളിലൊക്കെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ക്വാളിഫിക്കേഷൻ അല്ല ക്വാളിറ്റി അങ്ങനെ ഒരു ഹൈ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചില കോളേജൊക്കെ കുറച്ച് ഫ്രീ ഉണ്ട്, എസ്പെഷ്യലി ഈ ഗവൺമെൻറ്റിലൊക്കെ. അത് നമ്മളത് വേറെ ഒരു ലെവലാണ്. അവരധികം കാര്യങ്ങളൊന്നും അധികം ഇടപെടും ഒന്നുമില്ല. പിള്ളേർക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്, ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാം സ്വന്തമായ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് മാനേജ്മെൻറ്റിലും അധികം അങ്ങ് സ്റ്റുഡൻസിനെ ഇങ്ങനെ ഒത്തിരി അങ്ങ് ഫോഴ്സ് ചെയ്യുവോ അങ്ങനെ ഒരു സ്ട്രെസ് കൊടുക്കുകയോ ചെയ്യുന്നതായിട്ട് അധികം കണ്ടിട്ടില്ല. പ്രൈവറ്റ് മാനേജ്മെൻ്റ് എല്ലാം തന്നെ പുതിയതായിട്ട് വന്ന ഹോസ്പിറ്റലുകളൊക്കെ അതിൻ്റെ അണ്ടറിലുള്ളതാണ്. അപ്പം അവിടെ നമുക്ക് അത്ര സ്ട്രെസ്സ് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും കോളേജല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്തും ഉണ്ട് അല്ലാത്തതും അതെ അങ്ങനെയുള്ളതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സ്ട്രെസ്സ് ലെവൽ കേരളത്തിൽ പഠിക്കുന്നതിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പഠിച്ചു എന്നോർത്തുകൊണ്ട് നിങ്ങൾക്ക് ഔട്ട്സൈഡ് പ്രിഫറൻസ് കിട്ടത്തില്ല. നേഴ്സിങ്ങിൻ്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ നേഴ്സിങ്ങിന് വേണ്ടത് ആ കോഴ്സ് അതായത് സർട്ടിഫിക്കറ്റാണ്, രജിസ്ട്രേഷനാണ്. അത് കേരളത്തിൽ പഠിച്ചാലും ഔട്ട്സൈഡിൽ പഠിച്ചാലും നിങ്ങൾക്ക് നേഴ്സിങ് കഴിഞ്ഞ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സാണ്. കേരളത്തിൽ പഠിച്ച ആൾക്ക് പ്രിഫറൻസും അങ്ങനെ ഒരു കാരണവും ഒരു രീതിയിൽ നേഴ്സിങ്ങിനില്ല. നിങ്ങൾ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അല്ല, നിങ്ങൾ ജസ്റ്റ് പാസ് ഒരേ ലെവലിലാണ് നിങ്ങളെ അസസ് ചെയ്യുന്നത്. പിന്നെ ഹയർ സ്റ്റഡിക്കും ഒക്കെ പോകാനായിട്ട് റാങ്കൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടി ഒരു ഇത് കാണുമല്ലോ, അങ്ങനെ ഒരു ഗുണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നേഴ്സിങ്ങിൽ ജസ്റ്റ് പാസ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം എമ്പതിയും കുറച്ചൊക്കെ ഒരു ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് നേഴ്സിങ്ങിന് അത് ഇനഫാണ്. അപ്പോൾ ഔട്ട്സൈഡിൽ നമ്മൾ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ഉണ്ട്, ഒത്തിരി അങ്ങ് സ്ട്രെസ്സില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് വരുന്നത്. കാരണം ഈ ഏജിൽ ഒത്തിരി സ്ട്രെസ്സൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും അങ്ങനെ ഒരു പ്രോബ്ലംസ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യം പ്രൈവറ്റ് മീൻസ് ഔട്ട്സൈഡിൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം അവസാനം കേരളത്തിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ കേരളം തന്നെ പ്രിഫർ ചെയ്യുക. കാരണം നമ്മുടെ സ്ഥലമാണ്, നമുക്ക് എല്ലാത്തിനും ഈസിയാണ്. ഇനി കേരളത്തിന് കിട്ടിയില്ലേ ഔട്ട്സൈഡിൽ നോക്കാം. ഔട്ട്സൈഡിൽ നോക്കി എന്ന് കണ്ട് നിങ്ങൾക്ക് യാതൊരു ക്വാളിറ്റി ഇഷ്യൂസും വരുന്നില്ല. ഉള്ളി ഫിനാൻഷ്യൽ കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നുള്ളതല്ലാതെ യാതൊരു ഇഷ്യൂസും വരുന്നില്ല. നിങ്ങളുടെ പഠിക്കുന്ന രീതി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ ടീച്ചേഴ്സ് പഠിക്കുമ്പോൾ ശരി അത്ര കിട്ടണമല്ലോ. ആ ബുക്സിൽ നിന്ന് നമുക്ക് സോഷ്യൽ മീഡിയാസ് ഉണ്ട്, പുതിയ കാര്യങ്ങളുണ്ട്, എന്തോരം നമുക്ക് അങ്ങനെ നമുക്ക് അറിയാം എങ്ങനെയാണ് നോളജ് അക്യൂർ ചെയ്യുന്നതെന്ന് അറിയാം. പ്രാക്ടിക്കൽ ഇവിടുന്ന് നമുക്ക് മുഴുവൻ കിട്ടില്ല. BScക്ക് ക്ലിനിക്കൽ അവേഴ്സ് കുറവാണ്. ജനറൽ നേഴ്സാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി വരും. അത് എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് തിയറി ഉണ്ടെങ്കിൽ തന്നെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം കേരളമാണേലും പുറത്താണേലും നമുക്ക് അധികം പ്രോബ്ലം ഇല്ല.
പക്ഷേ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും അപ്രോച്ചുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇവിടെ ഇച്ചിരി സ്ട്രെസ്സും കുറച്ച് പ്രശ്നങ്ങളും നിങ്ങളുടെ ആ ന്യൂ വൈബും ഒന്നും ഇവിടെ ഒന്നും കേരളത്തിലധികം കിട്ടത്തില്ല. അതൊക്കെ വേണേൽ ഔട്ട്സൈഡിലാണ്. അപ്പോൾ അവിടെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം. അടുത്തത് നിങ്ങൾ LBSൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ വരും, സൈറ്റിൽ വരും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ 10 കോളേജസ് സെലക്ട് ചെയ്യണം. ഈ 10 കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ ബെസ്റ്റ് കോളേജാണെന്നും പറഞ്ഞ് ഒരു സെലക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നതാണ്. കാരണം അതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ബെസ്റ്റ് കോളേജ് കൊണ്ട് 80, 100 ഒക്കെ സീറ്റുള്ള കോളേജ് കിട്ടാനും മാർക്കും ഹൈ ആയിട്ട് വേണം. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള കോളേജ് പ്രിഫർ ചെയ്ത് അവിടെ കിട്ടിയാലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളും നേഴ്സാണ്, അവരും നേഴ്സാണ്. ക്വാളിറ്റിയുടെ വ്യത്യാസം അറിയുന്നത് പിന്നെ നമ്മൾ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോഴാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ മേക്കപ്പ് ചെയ്തെടുത്താൽ ഒരുപോലെ രീതിയിൽ വരും. അതുകൊണ്ട് കോളേജ് ഇന്ന കോളേജാണ് നല്ലത്, ഏത് കോളേജാണ് നല്ലതെന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഒരുപാട് വരുന്നുണ്ട്. അതെനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എല്ലാ കോളേജുകളും നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചുണ്ട്. പിന്നെ കുറച്ച് സ്ട്രിക്റ്റൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് കോളേജ് പ്രിഫർ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു കോളേജൊക്കെ പ്രിഫർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.